മൂൺ ഗോഡ്സിനെ പറ്റി അശ്വതി ലൈവിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പേയ്മെൻറ്റിനെ കുറിച്ചും ഡ്രസ്സ് ഡിലേ ആവുന്നതിനെക്കുറിച്ചും ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയെ പറ്റിയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. നമ്മളെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മൂൺ ഗോഡ്സ് എന്ന വെബ്സൈറ്റിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മൂൺ ഗോഡ്സിൻ്റെ ഓണറായ അനുദയുടെ ഫ്രണ്ടാണ് അസ്വി യൂട്യൂബ് ചാനലിൽ നടത്തുന്ന അശ്വതി. അശ്വതി കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ഈ മൂൺ ഗോഡ്സിനെ പറ്റി എന്താ അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ അശ്വതി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അസ്വി വ്ളോഗ് എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അതിൽ കൂടുതലും കാണിക്കുന്നത് ബ്യൂട്ടി വ്ളോഗും പിന്നെ ഡ്രസ്സിട്ട് സ്റ്റൈലൊക്കെ ചെയ്യുന്ന നല്ല നല്ല വീഡിയോസാണ് അതിൽ കാണിക്കുന്നത്. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബ് ചാനലും നല്ലൊരു വ്യക്തിയും കൂടിയാണ് ഈ അശ്വതി എന്ന് പറയുന്ന ആൾ. ഇപ്പോൾ മൂൺ ഗോഡ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അശ്വതി ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മൂൺ ഗോഡ്സ് ആയിട്ട് കുറേ പേർക്കുള്ള സംശയമാണ് അവിടെ എനിക്ക് പേയ്മെന്റ് തന്നിട്ടാണ് ചെയ്യണേന്നുള്ളത്. അത് ഫസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറയാം കേട്ടോ. മൂൺ ഗോഡ്സ് എന്നല്ല, ഒരാളായിട്ടും ഒരു ബുട്ടീക്സ് ആയിട്ട് ഇപ്പോഴും ചെയ്തിട്ടുള്ളതൊന്നും പേയ്മെന്റിലല്ല. എനിക്ക് മെയിനായിട്ട് നല്ല നല്ല കോണ്ടന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂൺ ഗോഡ്സിലെ അനിതയുമായിട്ട് നല്ല ഫ്രണ്ടാണ് അശ്വതി. ഈ മൂൺ ഗോഡ്സിൻ്റെ ഡ്രസ്സ് ഇട്ട് ഒരുപാട് കൊളാബൊക്കെ ചെയ്തിട്ടുണ്ട് അശ്വതി. പക്ഷെ അന്ന് നമ്മൾ കരുതിയിരുന്നത് പൈസ കൊടുത്തിട്ടാണ് കൊളാബ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലാണ് കൊളാബ് ചെയ്യുന്നതെന്ന്. അത് ഒരു ബൊട്ടീക്കുമായിട്ടും കൊളാബൊന്നും നടത്തിയിട്ടില്ലെന്നും അശ്വതി പറയുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തൊരു വർക്ക് ചെയ്യണമെങ്കിൽ പോലും, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു പരസ്യത്തിൽ അഭിനയിക്കണമെങ്കിൽ പോലും ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ പരസ്യത്തിലായാലും ഓരോ കൊളാബ് ചെയ്യുന്നാലും നമ്മളത് വീഡിയോസ് എടുക്കുന്നത്. ഇവിടെ 1 രൂപ പോലും വാങ്ങിക്കാതെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് വീഡിയോസും എല്ലാം ചെയ്യുന്നതെന്ന് അശ്വതി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാണാം. ഒരു വുമൺ ഓൺടർപ്രണർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. പക്ഷെ എനിക്ക് മൂൺ ഗോഡ്സിനുണ്ട് ആ ഒരു സപ്പോർട്ടിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെയല്ല ഉണ്ടായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 4 വർഷം മുമ്പാണ് അവിടെ നിന്ന് എൻ്റെ പൈസ കൊടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ പ്രോഡക്ട്സ് മേടിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അന്ന് 4 വർഷം മുമ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2 മാസം അങ്ങനെ ഏറ്റവും കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രോഡക്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്നിട്ട് റിവ്യൂ പോലെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വരുന്ന പരാതി നമ്മളൊരു ഡ്രസ്സ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പറഞ്ഞിട്ടുള്ളത് 90 വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ 16 വർക്കിംഗ് ഡേയ്സ് എന്നൊക്കെ പറഞ്ഞാണ് അതിൽ പരസ്യം കൊടുത്തേക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഡ്രസ്സ് ഓർഡർ ചെയ്യുമ്പോൾ ഏകദേശം 6 മാസം 8 മാസം 1 വർഷം വരെ കഴിഞ്ഞ് കിട്ടുന്ന വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊരു ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് നമുക്കൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഇടാനാണ്. അപ്പം 60 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞ് നമുക്ക് ആ ഡ്രസ്സ് കിട്ടുമെങ്കിൽ നമ്മളത് ഒരു ഫംഗ്ഷന് പോണേന് 16 ഡേയ്സ് മുമ്പോ അല്ലെങ്കിൽ ഒരു 6 മാസത്തിന് മുമ്പോ ഓർഡർ ചെയ്യുമായിരിക്കും. പക്ഷെ നമുക്കത് കിട്ടുന്ന ആ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ആ ഡ്രസ്സ് കയ്യിൽ കിട്ടുന്നത്. ഇതിനെതിരെ ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടും വീണ്ടും ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യുന്നത് എന്നൊക്കെ വാങ്ങിക്കുന്നവരെ കളിയാക്കുന്ന രീതിയിലാണ് ഈ അനിത കമൻ്റ് ഒക്കെ ചെയ്യുന്നത്. ഇവിടെ അശ്വതി പറയുന്നുണ്ട് പൈസ കൊടുത്തിട്ടാണ് ഞാൻ ഡ്രസ്സെല്ലാം വാങ്ങിക്കുന്നതെന്ന്. പക്ഷെ എല്ലാവരും നമ്മൾ ഈ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്നത് പൈസ കൊടുത്തിട്ട് തന്നെയാണ്, ആർക്കും ഫ്രീ ആയിട്ടൊന്നും കൊടുക്കുന്നത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പം മൂൺ ഗോഡ്സ് പരസ്യങ്ങൾ ഇടുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു നല്ലൊരു ഡ്രസ്സ് കൊടുത്തിട്ട് അത് ഇത്ര രൂപ അല്ലെങ്കിൽ 999 എന്ന് പറഞ്ഞാണ് അവർ വീഡിയോസ് ഇടുന്നത്. പക്ഷേ നമ്മൾ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ ബ്ലൗസിനൊരു റേറ്റ്, ടോപ്പിനൊരു റേറ്റ്, അങ്ങനെ ഈ 999 എന്ന് പറയണത് അത് ഏകദേശം 2000 രൂപ വരെ അടുപ്പിച്ചു പോകുന്ന റേറ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അവർക്ക് സത്യസന്ധമായിട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഗോഡ്സിൻ്റെ വീഡിയോ കാണുമ്പോഴത്തേക്കും അതിലവർ സത്യസന്ധമായിട്ട് റേറ്റ് കൊടുക്കണം. അല്ലാതെ ഈ നമ്മൾ കാണുന്ന വീഡിയോയിൽ ഒരു റേറ്റ്, അതേ ഡ്രസ്സ് നമ്മൾ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പം ഈ കൊടുത്തേക്കുന്ന റേറ്റിനേക്കാളും ഒരുപാട് കൂടുതലായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ തട്ടിപ്പ് എന്താണെന്ന്. ഒരു വുമൺ ഓൺടർപ്രണർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. പക്ഷെ എനിക്ക് മൂൺ ഗോഡ്സിനുണ്ട് ആ ഒരു സപ്പോർട്ടിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെയല്ല ഉണ്ടായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 4 വർഷം മുമ്പാണ് അവിടെ നിന്ന് എൻ്റെ പൈസ കൊടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു.
ഞാൻ തന്നെ പ്രോഡക്ട്സ് മേടിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അന്ന് 4 വർഷം മുമ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2 മാസം അങ്ങനെ ഒറ്റ കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രോഡക്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്നിട്ട് റിവ്യൂ പോലെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് എല്ലാം അടിപൊളി തന്നെയായിരുന്നു. പക്ഷെ അവൾക്ക് അന്ന് ഞാനാണെന്ന് അങ്ങനെ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലിങ്ങനെ കുറേ ഹെയ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര വൈകിയാണ് കിട്ടണേ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. അപ്പം എനിക്കും 2 മാസമായിട്ടൊക്കെയാണ് കിട്ടിയത്. പക്ഷെ എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് അടിപൊളിയായിരുന്നു. അതിനുശേഷം പക്ഷെ ഞങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത്, എനിക്കും അവൾക്കും മനസ്സിലായത് അത്ര പബ്ലിക്കലി അത് അത്ര നല്ല അല്ല എന്നുള്ളത്. ഇപ്പോൾ പ്രൊഫഷണൽ ഇത് വേറെ, പേഴ്സണൽ ഇത് വേറെ. എനിക്ക് അവളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഈ ഒരു പോയിന്റിൽ ഞാനൊരു റിവ്യൂ പറയണത് ശരിയായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അശ്വതി തീർച്ചയായിട്ടും അനിതയോട് പറയുക തന്നെ വേണം. കാരണം നമ്മളൊരു ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാങ്ങിക്കുന്ന പൈസയ്ക്കാണ്. അല്ലാതെ അവർ ചുമ്മാ തരുന്ന പൈസയ്ക്കല്ല നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സാധനത്തിന് അതിൻ്റെ ക്വാളിറ്റി ആവശ്യമാണ്. അത് നമ്മൾ ഏത് സമയത്ത് കിട്ടണം. നമുക്കൊരു ഫങ്ഷൻ ആയിരിക്കും നമ്മളത് ഓർഡർ ചെയ്യുന്നത്. ഫങ്ഷൻ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞാലും ഡ്രസ്സ് കിട്ടാത്തൊരവസ്ഥയാണ്. മറ്റുള്ളവരെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരാളെ നമ്മൾ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക തന്നെ വേണം. അല്ലാതെ ഇതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആയി അതിൽ നിന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ നിങ്ങളടുത്ത് ചോദിക്കും, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പറയാനൊരു ഉത്തരം വേണം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം നിങ്ങളും പറഞ്ഞേ പറ്റൂ. കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പോഴും മേടിക്കാറുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാനായിട്ട് ഓർഡർ ചെയ്യാറുണ്ട്. എനിക്കും നല്ല ലേറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടാറുള്ളത്, അതിൽ ഒരു സംശയമില്ല. പക്ഷെ എനിക്ക് ഇതുവരെയും കിട്ടാണ്ടിരുന്നിട്ടില്ല കേട്ടോ. എനിക്ക് ഇതുവരെയും പ്രോഡക്ട്സ് കിട്ടാണ്ടിരുന്നിട്ടില്ല. ലേറ്റ് ആയിട്ടാണെങ്കിലും ചിലതും 7 ദിവസത്തെ ഡിസ്പാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കാറില്ല. ഞാൻ അങ്ങനത്തെ കൂടുതൽ ഓർഡർ ചെയ്യാറുള്ളത്. അങ്ങനത്തെ ഒക്കെ എനിക്കൊരു 14-18 ദിവസത്തിനൊക്കെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഡബിൾ ഇതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാത്തത് എഗെയിൻ ഒരു 6-7-8 മാസം അങ്ങനെയൊക്കെ എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെയും കിട്ടാണ്ടിരുന്നിട്ടില്ല. എന്താണെങ്കിലും ഞാനും അവളും ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു 1-2 വർഷം 1.5 വർഷമായിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടിയിട്ടാണ് ഞാനും പിന്നെ വീഡിയോ ചെയ്യുന്നില്ല, അവളും അങ്ങനെ ഇതാവാറില്ല. ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് പോലും മുൻകോട്സിന് അറിവില്ലെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഫ്രണ്ടിനൊരു തുണിക്കടയുണ്ട്. ഞാൻ നേരെ ഫോൺ വിളിച്ച് പറയും എനിക്ക് ആ ഡ്രസ്സ് വേണം, ഈ ഡ്രസ്സ് വേണം എന്നൊക്കെ നേരെ ഫോൺ വിളിച്ച് പറയും. വെബ്സൈറ്റിൽ കയറി ഓർഡർ ചെയ്യാനാണ് നിൽക്കും. നമുക്ക് എന്താണോ പെട്ടെന്ന് കിട്ടുന്നത് അതിലല്ലേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ഇത് ഇപ്പം ഈ പറഞ്ഞ കാര്യം വിഴുങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളൊരു ഫ്രണ്ട് എന്ന നിലയിൽ നമ്മൾ നേരിട്ടേ സംസാരിക്കുകയുള്ളൂ. അല്ലാതെ വെബ്സൈറ്റിൽ കയറി നമുക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ നിൽക്കില്ല. പിന്നെ അത്യാവശ്യത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് പോലും അശ്വതി നേരെ അനിതയെ വിളിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞത്. ദർ ഇസ് നോ സോർട്ട് ഓഫ് പേയ്മെന്റ് ഇൻവോൾവ് അങ്ങനെയൊക്കെ. പിന്നെ അവള് പ്രോഡക്ട്സ് എന്താ ലേറ്റ് ആവുന്നത് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ആളല്ല. എനിക്ക് അങ്ങനത്തെ യാതൊരു അവളുമായിട്ടുള്ള പ്രൊഫഷണൽ ഡീലിങ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് പറയാനായിട്ട്. നിങ്ങൾ അവരോട് തന്നെ ചോദിക്കൂ. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ലേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടില്ല, പക്ഷെ എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ പ്രോഡക്ട്സിൽ ഹാപ്പിയാണ്. ഞാൻ കൂടുതലും ബുക്ക് ചെയ്യാം. ഇങ്ങനത്തെ ബ്ലൗസ് ഇല്ലേ തുന്നാവുന്ന, ഈ ഓണത്തിനൊക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബ്ലൗസ് പീസസ് അങ്ങനത്തെ ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ടോപ്സ് അങ്ങനെയൊക്കെ 1 day ഡിസ്പാച്ചിലുള്ളത് അതൊക്കെ ഞാൻ മേടിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ട് എനിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പം നിങ്ങൾ നോക്കൂ, മൂൺ ഗോഡ്സ് മാത്രമല്ല ഏതൊരു ഇതാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ നോക്കൂ. റിവ്യൂ നോക്കിയിട്ട് നമുക്ക് ആ ഗൂഗിളിൽ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് കാണാമല്ലോ. ഇപ്പൊ മൂൺ ഗോഡ്സിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗൂഗിൾ റിവ്യൂ നോക്കിയാൽ തന്നെ കാണാം വളരെ ലേറ്റ് ആണ് എന്നുള്ളതും ഇങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്കത് തീരുമാനിക്കാമല്ലോ, അത് ഓർഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. അത്രേ എനിക്ക് പറയാൻ നിവൃത്തിയുള്ളൂ. അതിലപ്പുറത്തേക്ക് ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം എന്തായാലും എനിക്ക് അവളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പൊ ഞാനത് ഇല്ല നിങ്ങൾ പേടിക്കൂ ഇത് കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് തന്നെ പറയുമ്പോൾ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഞാൻ ചുമ്മാ പറയുന്നതാണോ. അപ്പൊ എനിക്ക് പ്രോഡക്ട്സ്
കിട്ടിയിട്ടുണ്ട്, വളരെ ലേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്നെ അറിയാവുന്നതുകൊണ്ട് സെൻഡ് ചെയ്ത് തരുന്നതാന്നുള്ളൊരു ഇത് തോന്നുന്നുണ്ടാവും. അപ്പം അതാണ് എനിക്ക് അത് തന്നെ പറയാനുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ 1 day ഡിസ്പാച്ച് അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് ആണ് ഏറ്റവും അധികം ഓർഡർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കി ചെയ്യൂട്ടോ. ഈ വീഡിയോയിൽ അശ്വതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒരുപാട് ഡിലേ ആയിട്ടാണ് ഡ്രസ്സുകൾ കിട്ടുന്നത്, പിന്നെ എന്തിനാണ് അതിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അശ്വതി തന്നെ പറഞ്ഞിട്ടുണ്ട്. മലയാളികൾക്കായാലും ആർക്കായാലും എത്ര കിട്ടിയാലും പഠിക്കില്ല. നമ്മൾ ഒരബദ്ധത്തിൽ ചാടിയാലും വീണ്ടും വീണ്ടും അബദ്ധത്തിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ഞാൻ വീഡിയോ കണ്ടിട്ട് വെബ്സൈറ്റിൽ കയറി നോക്കിയ മൂൺകോട്സിൽ തന്നെ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ കണ്ട് ഞാൻ എന്ത് ചെയ്തു, വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഈ വീഡിയോയിൽ കണ്ട ഒരു റേറ്റ്, നമ്മൾ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഒരു റേറ്റ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ മൂൺകോട്സിൽ നിന്ന് മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ മൂൺകോട്സ് ഈ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങുന്നത് നമുക്കത് കൃത്യസമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഈ വാങ്ങുന്നത് നിർത്തിക്കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റം മാറ്റി തുടങ്ങും. നമ്മൾ പിന്മാറാതെ ഇരുന്നാൽ അവർ വീണ്ടും ഈ തെറ്റ് ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പം ഒരുപാട് കസ്റ്റമേഴ്സ് അവർക്ക് ഓൺലൈനിൽ നിന്നാണ് കിട്ടുന്നത്. ഈ ഓൺലൈനിൽ വാങ്ങുന്ന ആൾക്കാർ തീരുമാനിച്ചാൽ മാത്രം മതി ഈ വെബ്സൈറ്റിൽ നിന്ന് ഇപ്പോൾ ഓർഡർ ചെയ്യണ്ട എന്നൊരു കുറച്ച് തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തി വെക്കുമ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഡിലേ വരുന്നത് കാരണമാണ് ഈ ഓർഡർ എല്ലാം എനിക്ക് കിട്ടാത്തതെന്ന് അവരെന്തായാലും ചിന്തിക്കും. അപ്പോഴത്തേക്കും ഇതിൽ അവരൊരു മാറ്റം കൊണ്ടുവരുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ പല യൂട്യൂബ് ചാനൽ നമ്മൾ എടുത്തു നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്, റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടും എത്ര പറഞ്ഞിട്ട് അവർ ഒരു കൂസലും ഇല്ലാതെയാണ് അവരിയ്ക്കുന്നത്. വാങ്ങിക്കുന്നവരെ പൈസയിലേ പോകുന്നത്, അവരത് ചിന്തിക്കുന്നില്ല. അവർക്ക് അവരുടെ ബിസിനസ് വളർത്തിയെടുക്കുന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവരെ ബിസിനസ് അവരെ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? ഈ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കുന്നതിൽ കൂടെയാണ് അവർ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്ത് കാര്യം ചെയ്താലും അതിനൊരു സത്യസന്ധത വേണം. മൂൺകോട്സ് അല്ല, ഏത് സ്ഥാപനങ്ങളായാലും നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ 4 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു മൂൺകോട്സ് എന്ന് പറയുന്നത്. എന്തായാലും ഇനിയെങ്കിലും അവർ ഈ ഡ്രസ്സിൻ്റെ ആയാലും എന്ത് കാര്യമായാലും തെറ്റി മുന്നോട്ട് വരട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മണ്ടത്തരം നിർത്തുക. നിങ്ങൾക്ക് എത്രയോ കടകളുണ്ട്, അവിടെ പോയി വാങ്ങിക്കാം. പക്ഷേ ഡ്രസ്സിൻ്റെ വീഡിയോസിൻ്റെ ഭംഗി കാണുമ്പോൾ ആരായാലും ഒന്ന് ഓർഡർ ചെയ്തു, ഞാനായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിപ്പോവും. പക്ഷേ ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല. പല പ്രാവശ്യം ഓർഡർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോസൊക്കെ കണ്ടത് കാരണമാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത്. അപ്പം ഇതുപോലെ ഓരോരുത്തരും ചിന്തിച്ചാൽ മാത്രം മതി. പക്ഷേ അവർ അതിൽ കൊടുത്തേക്കുന്ന 60 ദിവസം ഇല്ലെങ്കിൽ 3 മാസം ഇതിനൊരു കൃത്യനിഷ്ഠ അവർ വരുത്തണം. ആ സമയത്തിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടണം. ഇത്ര മാത്രമേ ഉള്ളൂ.